നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡിൻ്റെ കേസിൽ വരുന്ന കോഷി പ്രോബ്ലത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആ കോഷി പ്രോബ്ലത്തിൻ്റെ അതായത് ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രിപ്പ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്തെടുത്തു. ഈ സ്ട്രിപ്പ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ സർഫസ്. ഓക്കെ, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട സർഫസ് ഈ സ്ട്രിപ്പ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡിൻ്റെ കേസിൽ വരുന്ന കോഷി പ്രോബ്ലത്തിന് എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷനായി വരിക എന്നൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ കോസി ലീനിയർ പി ഡിൻ്റെ കേസിൽ ഒരു കോഷി പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് സൊല്യൂഷൻ്റെ യുണീക്ക്നെസ്സും എക്സിസ്റ്റൻസൊക്കെ നമ്മൾ പറഞ്ഞത് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് നോൺ ലീനിയർ പി ഡിൻ്റെ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡിൻ്റെ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, ഈ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഷി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ കേസിൽ വരുന്ന കോഷി പ്രോബ്ലം എപ്പോഴാണ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ കോസി ലീനിയർ കേസിൽ പറഞ്ഞ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷനാണ്. അപ്പോൾ ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. കൺസിഡർ ദി കോഷി പ്രോബ്ലം f of x, y, u, p, q equal to 0 with the initial condition given by an initial curve gamma belongs to c dash such that x equal to x naught of s, y equal to y naught of s, u equal to u naught of s. Let a point p naught equal to x naught of s naught, y naught, s naught, u naught, s naught, p naught, s naught, q naught, s naught satisfies the compactibility condition f of p naught equal to 0, u naught dash of s naught equal to p naught of s naught into x dash of s naught plus q naught of s naught into y dash of s naught. In addition, if x naught dash of s into fq of p naught minus y naught dash of s into fp of p naught not equal to 0 is satisfied, then the Cauchy problem 1 together with 2 satisfies the generalized transversality condition at the point p naught. ഡെഫിനിഷൻ പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ കേസിൽ വരുന്ന കോഷി പ്രോബ്ലം എപ്പോഴാണ് ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ഒരു പോയിന്റ് പി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ഓഫ് എസ് നോട്ട്, വൈ നോട്ട് ഓഫ് എസ് നോട്ട്, യു നോട്ട് ഓഫ് എസ് നോട്ട്, പി നോട്ട് ഓഫ് എസ് നോട്ട്, ക്യൂ നോട്ട് ഓഫ് എസ് നോട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റ് ആദ്യം കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി നോട്ട് എന്നുള്ള പോയിന്റിൽ എഫ് 0 ആണ്. ഇത് ക്യാപിറ്റൽ പി നോട്ടാണ്. ഓക്കെ, പോയിന്റ് ആണ്. ഓക്കെ, ഇത് സ്മോൾ പി നോട്ട്. ഡിഫറൻസ് മനസ്സിലാക്കണം. ഇത് ക്യാപിറ്റൽ പി നോട്ട് പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, എഫ് ഓഫ് പി നോട്ട് എന്നുള്ള പോയിന്റിൽ എഫ് നമ്മുടെ പി നോട്ട് നമ്മുടെ പി ഡി സാറ്റിസ്ഫൈ ചെയ്യണം. പി നോട്ട് എന്നുള്ള പോയിന്റിൽ നമ്മളെ പി ഡി സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ്
x naught of s naught comma y naught of s naught comma u naught of s naught comma p naught of s naught comma q naught of s naught ഈക്വൽ ടു 0 ആണ്. മാത്രമല്ല ഈ കണ്ടീഷൻ കൂടി u naught dash of s naught ഈക്വൽ ടു p naught of s naught into x dash of s naught plus q naught of s naught into y dash of s naught. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് പി നോട്ട് എന്നുള്ള പോയിന്റ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് കണ്ടീഷൻ 3 സാറ്റിസ്ഫൈ ചെയ്യണം. എഫ് ഓഫ് പി നോട്ട് 0 ആണോ, പിന്നെ കണ്ടീഷൻ 3യും സാറ്റിസ്ഫൈ ചെയ്താൽ പി നോട്ട് ഉള്ള പോയിന്റ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് പറയാം. അതിൻ്റെ കൂടെ തന്നെ പി നോട്ട് എന്നുള്ള പോയിന്റിൽ x naught dash of s into fq of p naught minus y naught dash of s into fp of p naught not equal to 0 കൂടെ ആയാൽ നമ്മൾക്ക് കോഷി പ്രോബ്ലം 1 together with 2 കോഷി പ്രോബ്ലം 1 and 2 satisfies the generalized transversality condition at the point p naught എന്ന് പറയാം. അതായത് നമ്മുടെ കോഷി പ്രോബ്ലം 1 and 2 കൺസിഡർ ചെയ്യുക. ഒരു പോയിന്റ് പി നോട്ട് എന്നുള്ള പോയിന്റ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കണ്ടീഷൻ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഷി പ്രോബ്ലം പി നോട്ട് എന്നുള്ള പോയിന്റിൽ ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഒരു ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ കേസിൽ വരുന്ന കോഷി പ്രോബ്ലം ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. കോഷി പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ യുണീക്ക് ആവുമോ എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത തിയറം നോക്കുക. കൺസിഡർ ദി കോഷി പ്രോബ്ലം 1 with 2. Assume that it satisfies the generalized transversality condition 3 and 4 at p naught. Then there exists epsilon greater than 0 and a unique solution x of t comma s comma y of t comma s comma u of t comma s comma p of t comma s comma q of t comma s for the Cauchy problem, which is defined for modulus of s minus s naught plus modulus of t less than epsilon. Moreover, the parametric representation defines a smooth integral surface u equal to u of xy. Okay, തിയറം പറയുന്നത് ഒരു കോഷി പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ കേസിൽ വരുന്ന കോഷി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. ആ കോഷി പ്രോബ്ലം ജനറലൈസ്ഡ് ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് പി നോട്ട് എന്നുള്ള പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യും. ഒരു സൊല്യൂഷൻ, ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. എക്സ് ഓഫ് ടി കോമ എസ്, വൈ ഓഫ് ടി കോമ എസ്, യു ഓഫ് ടി കോമ എസ്, പി ഓഫ് ടി കോമ എസ്, ക്യു ഓഫ് ടി കോമ എസ് എന്നുള്ള ഒരു യുണീക്ക് സൊല്യൂഷൻ നമ്മുടെ കോഷി പ്രോബ്ലത്തിന് എക്സിസ്റ്റ് ചെയ്യും. ആ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക മോഡുലസ് ഓഫ് എസ് മൈനസ് എസ് നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന കേസ്. ഓക്കെ, മാത്രമല്ല തിയറം പറയുന്നത് ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എക്സ് ഓഫ് ടി കോമ എസ്, വൈ ഓഫ് ടി കോമ എസ്, യു ഓഫ് ടി കോമ എസ്, പി ഓഫ് ടി കോമ എസ്, ക്യു ഓഫ് ടി കോമ എസ് എന്നുള്ള ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഒരു സ്മൂത്ത് ഇൻ്റഗ്രൽ സർഫസിനെ റെപ്രസെൻ്റ് ചെയ്യും. അതിന് നമ്മൾക്ക് എക്സ്പ്ലിസിറ്റ് ഫങ്ഷനായിട്ട് പറയാം. യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ രൂപത്തിൽ എഴുതാനും പറ്റും. ഓക്കെ, അതാണ് തിയറം പറയുന്നത്. അപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫിൽ കിടക്കാം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുക. ദി ഗിവൺ കോഷി പ്രോബ്ലം Cauchy
problem is, the given Cauchy problem is f of x comma y comma u comma p comma q equal to 0, number a 1 with x equal to x naught of s, y equal to y naught of s, u equal to u naught of s, number a 2, initial curve on. Okay, then the strip equations, Cauchy പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രിപ്പ് ഇക്വേഷൻസ് എന്തായിരിക്കും? Then the strip equations are given by നമ്മൾ സ്ട്രിപ്പ് ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വരിക സ്ട്രിപ്പ് ഇക്വേഷൻസ് എക്സ് ടി ഈക്വൽ ടു എഫ് പി, വൈ ടി ഈക്വൽ ടു എഫ് ക്യു, യു ടി ഈക്വൽ ടു പി എഫ് പി പ്ലസ് ക്യു എഫ് ക്യു, പി ടി ഈക്വൽ ടു minus fx minus pfu, qt equal to minus fy minus qfu. ഓക്കെ, ഇതാണ് സ്ട്രിപ്പ് ഇക്വേഷൻസ് വരിക. ഇനി നമ്മുടെ ഇനീഷ്യൽ കർവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കർവിന്ന് ഓരോ കണ്ടീഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസിന് കൊടുക്കുക, സ്ട്രിപ്പ് ഇക്വേഷൻസ്. ഓക്കെ, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഓഫ് എസ്, വൈ ഈക്വൽ ടു വൈ നോട്ട് ഓഫ് എസ്, യു ഈക്വൽ ടു യു നോട്ട് ഓഫ് എസ്. ഇനീഷ്യൽ കർവിന്ന് ഇത്രയും ഇനീഷ്യൽ കണ്ടീഷൻസാണ് നമുക്ക് കിട്ടുക. നമ്മൾക്ക് ഇനി പി നോട്ട് ഓഫ് എസ് എന്താണെന്ന് കാണണം, അതായത് പി നോട്ട് എന്താണെന്ന് കാണണം, ക്യൂ നോട്ട് എന്താണെന്ന് കാണണം. ഓക്കെ, പി നോട്ടും ക്യൂ നോട്ടും അല്ലെങ്കിൽ പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാമെന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ 5 ഇക്വേഷൻസ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, മൂന്നാമത്തെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് പി നോട്ട് ഓഫ് എസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഇക്വേഷൻ ക്യൂ ടി ഈക്വൽ ടു മൈനസ് എഫ് വൈ മൈനസ് ക്യൂ എഫ് യു എന്നുള്ള ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ക്യൂ നോട്ട് ഓഫ് എസ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് പി നോട്ടും ക്യൂ നോട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് അടുത്തത് ചെയ്യാം. ക്ലിയർലി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ക്ലിയർലി at each point P naught of S and Q naught of S must satisfy U naught dash of S equal to P naught S
into x naught dash s plus q naught of s into y naught dash of s. Equation number 6 കൊടുക്കുക. And f of x naught of s comma y naught of s comma y naught of s comma u naught of s comma p naught of s comma q naught of s equal to 0. And equation number 7. Note p naught of s ഉം q naught of s ഉം ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം നോക്കുക, നമ്മൾക്കറിയാം ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാണ്. യു നോട്ട് ഓഫ് എസ് എന്താ? യു നോട്ട് ഓഫ് എസ് യു ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ യു നോട്ട് ഓഫ് എസ് എന്തായിരിക്കും? യു നോട്ട് ഓഫ് എക്സ് നോട്ട് ഓഫ് എസ് കോമ വൈ നോട്ട് ഓഫ് എസ്. ഇനി യു നോട്ടിനെ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? യു നോട്ട് ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു യു നോട്ട് എക്സ് നോട്ടിനും വൈ നോട്ടിനും ഡിപ്പെൻഡ് ചെയ്യും, എക്സ് നോട്ടും വൈ നോട്ടും എസ്സിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? ആദ്യം യു നോട്ടിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? യു നോട്ട് എക്സ് നോട്ട് into derivative of x naught dash plus u naught y naught into derivative of y naught dash. u naught x naught നമ്മൾ p naught വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. p naught ഇതാണ് p naught into x naught dash plus u naught y naught q naught ആണ്. q naught into y naught dash. അതായത് ഇക്വേഷൻ നമ്പർ 1 6 ഇക്വേഷൻ നമ്പർ 6 p നോട്ടും q നോട്ടും സാറ്റിസ്ഫൈ. ഇക്വേഷൻ നമ്പർ 7 ഒബ്വിയസ്ലി സാറ്റിസ്ഫൈ ചെയ്തോണം. കാരണം x നോട്ട് ഓഫ് എസ് y നോട്ട് ഓഫ് എസ് u നോട്ട് ഓഫ് എസ് p നോട്ട് ഓഫ് എസ് q നോട്ട് ഓഫ് എസ് എന്നുള്ളത് നമ്മുടെ സൊല്യൂഷൻ സർഫസിലുള്ള പോയിൻ്റാണ്. പി നോട്ട് എന്നുള്ളത് നമ്മുടെ കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തത്. പി നോട്ട് എന്നുള്ള പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടുന്ന് ഈ രണ്ട് കണ്ടീഷനും പി നോട്ടിനെയും ക്യൂ നോട്ടിനെയും കണ്ടെത്താൻ പറ്റുമോ നോക്കണം. ഓക്കെ, നമുക്ക് രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്, അതിൽ രണ്ട് അൺനൗൺസ് ആണുള്ളത്, പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും. ആ പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ്റെ പി നോട്ടിലും ക്യൂ നോട്ടിലുള്ള ജാക്കോബിയൻ കണ്ടുപിടിച്ച് നോക്കുക. ജാക്കോബിയൻ നോട്ട് ഈക്വൽ അറ്റ് എസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം ഉപയോഗിച്ചിട്ട് പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, മാത്രമല്ല ഈ രണ്ട് ഇക്വേഷൻ 6 and 7 പി നോട്ടിനും ക്യൂ നോട്ടിനും പി നോട്ട് ഓഫ് എസും ക്യൂ നോട്ട് ഓഫ് എസും നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജാക്കോബിയൻ കണ്ടുപിടിച്ച് നോക്കാം. നൗ we can find Jacobian of six and 7 with respect to
പി നോട്ട് ആൻഡ് ക്യൂ നോട്ട്. ഓക്കെ, അപ്പോൾ ജാക്കോബിയൻ എന്താ വരിക അറ്റ് എസ് നോട്ട്. അപ്പോൾ ജാക്കോബിയൻ എന്താ വരിക ജാക്കോബിയൻ ഓഫ് എസ് നോട്ട് ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് സിക്സ്ത് ഇക്വേഷൻ നമ്പർ 6 വിത്ത് റെസ്പെക്ട് ടു പി നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഒന്നാമത്തെ എൻട്രി അതാണ് വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? ഡോ യു നോട്ട് ഡാഷ് ബൈ ഡോ പി നോട്ട്. രണ്ടാമത്തെ എൻട്രി ഡോ യു നോട്ട് ഡാഷ് ഡിവൈഡ് ബൈ ഡോ ക്യൂ നോട്ട്. ഇനി സെക്കൻഡ് എൻട്രി എന്താ വരിക? സെക്കൻഡ് റോ എന്താ വരിക? ഇക്വേഷൻ നമ്പർ 7 വിത്ത് റെസ്പെക്ട് ടു പി നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായിരിക്കും സെക്കൻഡ് റോയിൽ ആദ്യത്തെ എൻട്രി. ഇനി സെക്കൻഡ് റോയിൽ സെക്കൻഡ് എൻട്രി ഇക്വേഷൻ നമ്പർ 7 വിത്ത് റെസ്പെക്ട് ടു ക്യൂ നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോ എന്താ വരിക? ഡോ എഫ് ബൈ ഡോ പി നോട്ട്. രണ്ടാമത്തെ എൻട്രി ഡോ എഫ് ബൈ ഡോ ക്യൂ നോട്ട്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഡോ യു നോട്ട് ഡാഷ് ബൈ ഡോ പി നോട്ട് എന്താ വരിക? ഇക്വേഷൻ നമ്പർ 6 നോക്കുക. ഇക്വേഷൻ നമ്പർ 6 വിത്ത് റെസ്പെക്ട് ടു പി നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ വരിക? പി നോട്ടിന് വിത്ത് റെസ്പെക്ട് ടു പി നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 വരും. എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് പി നോട്ടിന് ഡിപ്പെൻഡ് ചെയ്യില്ല, അത് അതേപോലെ നിലനിൽക്കും. പിന്നെ പ്ലസ് ഈ ടേം പി നോട്ടിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പോൾ എന്താ വരിക? എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് ആ ടേം മാത്രമേ വരുള്ളൂ. 1 ഇൻറ്റു എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് പ്ലസ് 0 വരും. ഇനി വിത്ത് റെസ്പെക്ട് ടു ക്യൂ നോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഒന്നാമത്തെ ടേം 0 ആയിട്ട് പോകും, കാരണം ഒന്നാമത്തെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യൂ നോട്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു വൈ നോട്ട് ഡാഷ് ഓഫ് എസ് വരും, അതായത് വൈ നോട്ട് ഡാഷ് ഓഫ് എസ്. ഇനി നൊട്ടേഷനാണ്. ഡോ എഫ് ബി ബൈ ഡോ പി നോട്ടിന് ഞാൻ എഫ് പി നോട്ട് അറ്റ് പി നോട്ട്. നമ്മൾ പി നോട്ട് എന്നുള്ള പോയിന്റിൽ, ക്യാപിറ്റൽ പി ആണ് ഈ പി നോട്ട് ഉദ്ദേശിക്കുന്നത്, പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പി നോട്ട് എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അറ്റ് എസ് നോട്ട്. ഓക്കെ, എസ് നോട്ട്. അപ്പോൾ എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് നോട്ട് വരും. ആ കാര്യം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് എസ് നോട്ടിലാണ് എഫ് പി നോട്ട് ഓഫ് പി നോട്ട് വരും. ഓക്കെ, എസ് നോട്ടിൽ ആണ് പി നോട്ട് എന്നുള്ള പോയിന്റ് കിട്ടുക. അതേപോലെ തന്നെ ക്യൂവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എഫ് ക്യൂ നോട്ട് അറ്റ് പി നോട്ട്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് എന്താ വരിക? വിൽ ബി ഈക്വൽ ടു എക്സ് നോട്ട് ഡാഷ് അറ്റ് എസ് നോട്ട് ഇൻറ്റു എഫ് ക്യൂ പി നോട്ട് മൈനസ് വൈ നോട്ട് ഡാഷ് അറ്റ് എസ് നോട്ട് ഇൻറ്റു എഫ് പി നോട്ട്. ഓക്കെ, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതാണ് നമ്മളെ അസംഷൻ. നോട്ട് ഈക്വൽ ടു 0 ബൈ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ. ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷനാണ്. ഓക്കെ, ബൈ ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ. ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലുള്ള രണ്ടാമത്തെ കണ്ടീഷനാണ് എക്സ് നോട്ട് ഡാഷ് ഓഫ് എസ് നോട്ട് ഇൻറ്റു എഫ് ക്യൂ അറ്റ് പി നോട്ട് മൈനസ് വൈ നോട്ട് ഡാഷ് ഓഫ് എസ് ഇൻറ്റു എഫ് ക്യൂ അറ്റ് പി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ എസ് നോട്ടിൽ 0, എസ് നോട്ട് എന്നുള്ള ഒരു
ഫിക്സ്ഡ് വാല്യൂ ഓഫ് എസ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ. ഓക്കെ, സോ നമുക്ക് ഇനി ഇംപ്ലിസിറ്റ് ഫങ്ഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം, ഇക്വേഷൻ നമ്പർ 6 എന്നും ഇക്വേഷൻ നമ്പർ 7 എന്നും നമുക്ക് പി നോട്ടിനെയും ക്യൂ നോട്ടിനെയും കണ്ടെത്താമെന്ന് പറയാം. ഓക്കെ, ജേക്കബിയൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ബൈ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ തിയറം, ബൈ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ തിയറം we can find P naught and Q naught from using 6 and 7. ഇംപ്ലിസിറ്റ് ഫങ്ഷൻ തിയറി പ്രകാരം 6 ആൻഡ് ഇക്വേഷൻ നമ്പർ 6ഉം 7ഉം വെച്ചിട്ട് നമുക്ക് പി നോട്ടും ക്യൂ നോട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഇംപ്ലിസിറ്റ് ഫങ്ഷൻ തിയറി പ്രകാരം. കാരണം ജേക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, മാത്രമല്ല ഇക്വേഷൻ നമ്പർ 6 ആൻഡ് 7 ഉപയോഗിച്ചിട്ട് പി നോട്ടും ക്യൂ നോട്ടും കണ്ടെത്തും ചെയ്യാം. ഇക്വേഷൻ നമ്പർ 6 ആൻഡ് 7. ഓക്കെ, അപ്പോൾ പി നോട്ടും ക്യൂ നോട്ടും കണ്ടെത്തിയാൽ നമ്മുടെ സ്ട്രിപ്പ് ഇക്വേഷൻ കംപ്ലീറ്റ് ആവും അല്ലേ. സ്ട്രിപ്പ് ഇക്വേഷനിൽ ബാക്കി വരുന്ന 2 കണ്ടീഷനും പി നോട്ടും ക്യൂ നോട്ടും കണ്ടെത്തിയാൽ നമ്മുടെ സ്ട്രിപ്പ് ഇക്വേഷൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സ്ട്രിപ്പ് ഇക്വേഷൻസുള്ള ഇക്വേഷൻസൊക്കെ ഫസ്റ്റ് ഓർഡർ ഒ ഡി ഈസ് ആണ്. ഓരോ ഒ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സ്ട്രിപ്പ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതാണ് ഇനി അടുത്തതായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു എസ് നോട്ടിൻ്റെ നെയ്ബർഹുഡിലാണ് പറയാം. എസ് നോട്ടിൻ്റെ നെയ്ബർഹുഡ് എസ് നോട്ടിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈ ടേം നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് നോട്ടിൻ്റെ നെയ്ബർഹുഡിൽ പി നോട്ടും ക്യൂ നോട്ടിനും എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല പി നോട്ടും ക്യൂ നോട്ടിന് ഇക്വേഷൻ നമ്പർ 7 ആൻഡ് 6 ഉപയോഗിച്ചിട്ട് കണ്ടെത്താമെന്നാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ തിയറി പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതാം നെയ്ബർഹുഡ് ഓഫ് എസ് നോട്ട്. ഓക്കെ, therefore ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ therefore the strip equations have a full set of initial conditions. In a neighborhood of S naught, S നോട്ടിൻ്റെ നെയ്ബർഹുഡിൽ. അപ്പോൾ ആ നെയ്ബർഹുഡിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. in a neighborhood of S naught which is നെയ്ബർഹുഡ് ആണ് മോഡുലസ് ഓഫ് എസ് മൈനസ് എസ് നോട്ട് ലെസ് ദാൻ സം ഡെൽറ്റ. ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ എസ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിൽ സ്ട്രിപ്പ് ഇക്വേഷൻസിന് നമ്മൾക്ക് സ്ട്രിപ്പ് ഇക്വേഷനിലെ എല്ലാ ഇക്വേഷനും ഓരോ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, therefore strip equations, therefore the strip equations are well posed
വെൽ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രിപ്പിക്കേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, സൊല്യൂഷൻ യൂണീക്ക് ആവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും സൊല്യൂഷൻ. അതാണ് വെൽ പോസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഹെൻസ് there exist സ്ട്രിപ്പിക്കേഷൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഇൻ്റഗ്രൽ സർഫസ് തരും. there exist a smooth solution x of t comma s, y of t comma s, p of t comma s, p of t comma s, comma q of t comma s, hence there exists നമ്പർ ചെയ്യുക, എ എന്ന് നമ്പർ ചെയ്യുക, ഈസ് ഗ്യാരണ്ടീഡ്, സൊല്യൂഷൻ ഉറപ്പാണ്. എക്സിസ്റ്റ് നോക്കുക, ഗ്യാരണ്ടീഡ് അല്ലെങ്കിൽ എക്സിസ്റ്റ്. ഓക്കെ, പിന്നെ നെയ്ബർഹുഡ് ഓഫ് നമ്മൾക്കറിയാം ഇനീഷ്യൽ കണ്ടീഷൻസ് പറയുന്നത് എസ് നോട്ടിലാണ്. ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് പറയുന്നത് എക്സ് നോട്ട് ഓഫ് എസ് ആക്ച്വലി എക്സ് ഓഫ് 0, s ഈ ഫോമിലാണ്. y ഓഫ് 0, s, u ഓഫ് 0, s, p ഓഫ് 0, s, q ഓഫ് 0, s. ഓക്കെ, അതായത് നമ്മൾ എസ് നോട്ടിൻ്റെ നെയ്ബർഹുഡിലാണെന്ന് പറഞ്ഞു. അതിൽ ടി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പിന്നെ നെയ്ബർഹുഡ് ഓഫ് 0, s നോട്ട് 0, s നോട്ട് എന്നുള്ള നെയ്ബർഹുഡിൽ നമ്മൾക്ക് ഒരു സ്മൂത്ത് സൊല്യൂഷൻ 0, s നോട്ടിൻ്റെ നെയ്ബർഹുഡിൽ ഒരു സ്മൂത്ത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. ഓക്കെ, ദാറ്റ് ഈസ് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് സൊല്യൂഷൻ satisfies the PDE. നമുക്ക് തന്നിട്ടുള്ള PDE സാറ്റിസ്ഫൈ ചെയ്യും. PDE f equal to 0, അതായത് f of x, y, u, p, q equal to 0 in a neighborhood of 0, s. Neighborhood of 0, s. 0, s എന്നുള്ള പോയിന്റിൻ്റെ നെയ്ബർഹുഡിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് കൺക്ലൂഡ് ചെയ്യുക. ഈസ് എഫ് ഓഫ് എക്സ്, ടി, എസ്, y of t, s, u of t, s, p of t, s, q of t, s will be equal to 0 in a neighborhood of 0, s. ആ നെയ്ബർഹുഡിനെ എങ്ങനെ കൊടുക്കാൻ നോക്കുക. ഫോർ ഓൾ s minus s naught പ്ലസ് ടി മൈനസ് 0 വരും. 0 ആയതുകൊണ്ട് ടി മാത്രമേ എഴുതുന്നുള്ളൂ. മോഡുലസ് ഓഫ് ടി ലെസ്. ഓക്കെ, എസ് മൈനസ് എസ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ നെയ്ബർഹുഡിലാണ് നമ്മൾ എസിനെ വേരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ടീൻ്റെ നെയ്ബർഹുഡ് ആൻഡ് ടി മൈനസ് 0 മോഡുലസ് ഓഫ് ടി മൈനസ് 0 ലെസ് ദാൻ സം എപ്സിലോൺ പോസിറ്റീവ്. ഓക്കെ, ഇതാണ് തിയറത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ പ്രൂഫ് നമ്മളിപ്പോൾ ചെയ്തത്.
ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ, കോഷി പ്രോബ്ലം ട്രാൻസ്വേഴ്സാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, പി നോട്ട് എന്നുള്ള പോയിന്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എപ്സിലോൺ പോസിറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഒരു യൂണിക് സൊല്യൂഷൻ എക്സ് ഓഫ് ടി കോമ എസ്, വൈ ഓഫ് ടി കോമ എസ്, യു ഓഫ് ടി കോമ എസ്, പി ഓഫ് ടി കോമ എസ്, ക്യൂ ഓഫ് ടി കോമ എസ് എന്നുള്ള ഒരു യൂണിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും കോഷി പ്രോബ്ലത്തിന്. എസ് നോട്ടിൻ്റെ 0, എസ് നോട്ട് എന്നുള്ള നെയ്ബർഹുഡിൽ, അതായത് എസ് മൈനസ് എസ് നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ആയിട്ടുള്ള നെയ്ബർഹുഡിൽ നമ്മുടെ കോഷി പ്രോബ്ലത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് തിയറത്തിൻ്റെ അടുത്ത പാർട്ടുണ്ട്. മോർ ഓവർ ദി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഡിഫൈൻസ് എ സ്മൂത്ത് ഇൻ്റഗ്രൽ സർഫസ് യു ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ. ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ, ഈ പാരാമെട്രിക് സർഫസ് ഒരു സ്മൂത്ത് ഇൻ്റഗ്രൽ സർഫസ് തരും യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ രൂപത്തിൽ. ഓക്കെ, അതിനി നമ്മൾക്ക് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ സൊല്യൂഷൻ പാരാമെട്രിക് റെപ്രസെൻറ്റേഷന് ടീനെയും എസ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവും. നമുക്കിനി ചെയ്യാനുള്ള കാര്യം തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അത് അടുത്ത വീഡിയോയിൽ പ്രൂവ് ചെയ്യാം.